എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജഗോവിന്ദത്തിലെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദ്രുവിൻകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 27. ഗേയം ഗീതാനാമസഹസ്രം ധേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ജവിത്തം. ഗേയം ഗീതാനാമസഹസ്രം ദേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ജവിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഗീതാനാമസഹസ്രം ഗേയം, ഗീതയും വിഷ്ണു സഹസ്രനാമവും പഠിക്കണം. അജസ്രം ശ്രീപതി രൂപം ദേയം, എപ്പോഴും ശ്രീപതിയുടെ രൂപം ധ്യാനിക്കണം. ചിത്തം സജ്ജനസംഗേനേയം, ചിത്തത്തെ സജ്ജനസംഘത്തിലേക്ക് നയിക്കണം. വിത്തം ദീനജനായ ദേയം ച, ദീനന്മാർക്കായി പങ്കിട്ടു കൊടുക്കുകയും വേണം. കാശിയാത്രയിൽ ശ്രീ ശങ്കര ഭഗവത്പാദരെ അനുഗമിച്ചിരുന്ന 14 ശിഷ്യന്മാരിൽ അവസാനത്തെയാളായ സുമതി രചിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ ശ്ലോകത്തോടെ ചതുർദശമഞ്ജരി സ്തോത്രം സമാപിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ ആധ്യാത്മിക സാധന ഒരു അനുഷ്ഠാന പദ്ധതി ഈ സമാപന ശ്ലോകം കാഴ്ചവെക്കുന്നു. എല്ലാ ആചാര്യന്മാരുടെയും ഉപദേശങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ അവയിലെ ആശയം ശരിയായി ഗ്രഹിക്കാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാർ ചുരുങ്ങും. ഈ ശ്ലോകത്തിൽ പുതുതായൊന്നും ഉപദേശിക്കുന്നില്ല. ഒരു സാധകൻ നിത്യവും അനുഷ്ഠിക്കേണ്ട 4 കാര്യങ്ങളെ എണ്ണിപ്പറയുകയാണ്. 1. ഭഗവത്ഗീതാ സ്വാധ്യായം. 2. ഭഗവത് ധ്യാനം. 3. സത്സംഗം. 4. ആതുര സേവനം. സർവോപനിഷത്തുക്കളുടെയും സാരമായ ഗീത മനുഷ്യൻ അവലംബിക്കേണ്ട ദൈനംദിന ജീവിത രീതിയുടെ പ്രായോഗികതയിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. ബുദ്ധിപൂർവം ഗീത പഠിക്കുന്നവൻ്റെ ചിന്താഗതി മെച്ചപ്പെടും, വീക്ഷണം വിശാലമാവും, അയാളുടെ ജീവിത രീതിയും ലോകത്തോടുള്ള സമീപനവുമൊക്കെ മാതൃകാപരവുമായി തീരും. ലക്ഷ്യത്തെയും മാർഗത്തെയും വിവരിക്കുന്നതിന് പുറമെ മതത്തെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്താനുള്ള പ്രായോഗിക വശങ്ങൾ കാട്ടിത്തരികയും ചെയ്യുന്നു ഗീത. ശാസ്ത്രപഠനം ബുദ്ധിപരമായ സംതൃപ്തിക്ക് അത്യന്താപേക്ഷിതമെങ്കിലും അതുകൊണ്ട് മാത്രം സമ്പൂർണത ലഭിക്കുകയില്ല. ഉന്നതാശയങ്ങൾ യുക്തിക്ക് നിരക്കുന്നവ തന്നെയായിരിക്കാം. അതുകൊണ്ടായില്ല അവയെ സ്വജീവിതത്തിൽ ബോധപൂർവം പകർത്തുകയും അങ്ങനെ അവയുടെ മഹിമ നേരിട്ട് അനുഭവിച്ചറിയുകയും വേണം. അപ്പോഴേ ജീവിതം ധന്യമാകൂ. അന്തർമുഖ വൃത്തികളോടുകൂടിയ സാധകന്മാർക്ക് സംശയം കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ മഹത്തായ ആശയങ്ങളും തത്വവിചാര രീതിയും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ തത്വശാസ്ത്രം എത്ര മികച്ചതാണെങ്കിലും അതിലെ ഉത്കൃഷ്ട മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഉപായമില്ലെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? ഇവിടെയാണ് മതത്തിന് സ്ഥാനം. തത്വശാസ്ത്രത്തിലെ ആശയങ്ങൾ ജീവിതത്തിൽ ആചരിക്കാവുന്ന രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ട പ്രായോഗിക പദ്ധതിയത്രേ മതം. അതായത് വിചാരാത്മകമായ തത്വശാസ്ത്രത്തിൻ്റെ ആചാരാത്മകമായ ആവിഷ്കാരമാണ്
മതം എന്നർത്ഥം. തത്വശാസ്ത്രം ഇല്ലാത്ത മതം അന്ധവിശ്വാസവും മതമില്ലാത്ത തത്വശാസ്ത്രം ഭ്രാന്തുമാണെന്ന് വിവേകാനന്ദൻ തുടങ്ങിയ നമ്മുടെ ആചാര്യന്മാർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ഗീത പഠിച്ചു, അതിലെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി പ്രസ്തുത മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. ഇവിടെയാണ് മതം അതിൻ്റെ പങ്ക് നിർവഹിക്കുന്നത്. ശ്രീപതിയുടെ രൂപം ധ്യാനിക്കണം. ധ്യേയം ശ്രീപതി രൂപം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതത്രേ. നാമസഹസ്രം സഹസ്രനാമം എന്നതുകൊണ്ട് അതിൻ്റെ രീതിയും നിർദ്ദേശിക്കുന്നു. നാരായണ മഹിമകളെ ഓർക്കുക. ആ പരമാത്മാവിൽ സ്വവൃത്തിത്വം അർപ്പിച്ച് ലയിപ്പിച്ച് തന്മയീഭാവം നേടുക. ഭഗവാനേ ഉള്ളൂ, വേറൊരു ഞാൻ ഇല്ല എന്ന ജീവപരയോരൈക്യാനുഭൂതിയിലേക്ക് ഉണരുക. അതാണ് ഈശ്വരാരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സാധനയുടെ ഫലമായി അന്ധഃകരണം വിക്ഷേപ മാലിന്യങ്ങളകന്ന് അത്യന്തം സമാഹിതമായി തീരും. അനന്തമഹിമാവാർന്ന ഭഗവാനെ അല്ലെങ്കിൽ ശ്രീപതിയെ ഭജിക്കുന്ന ഭക്തനിലേക്ക് അവിടുത്തെ ദിവ്യഗുണങ്ങൾ, ദൈവീ സമ്പത്ത് സംക്രമിക്കുന്നു. ഉള്ളിൽ തള്ളിവരുന്ന കാമാദി വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ നമ്മളുടെ സാധനാസന്നാഹങ്ങൾ, സ്വാധ്യായവും ഈശ്വരാരാധനയും ഒക്കെ ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ട്. അത്തരം ആപത്ത് വരാതെ കഴിക്കാനുള്ള ഉപായമത്രേ സജ്ജന സംഘം. ഉന്നതാശയന്മാരും സംസ്കാര സമ്പന്നരുമായ മഹാത്മാക്കളുമായുള്ള സഹവാസത്തിൽ നിന്ന് ധന്യമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നതിനു വേണ്ട പ്രചോദനവും ഉത്സാഹവും സാധകന് കിട്ടിക്കൊണ്ടിരിക്കും. അവരെ ഭയാശങ്കകൾ പിടികൂടുകയില്ല. അവരുടെ ആധ്യാത്മിക യാത്ര സുഗമമായി തീരുന്നു. സജ്ജന സർഗത്തിന് സൗഭാഗ്യം ലഭിക്കുന്ന സാധകന്മാർക്ക് നിഗൂഢങ്ങളായ ശാസ്ത്രവാക്യങ്ങളുടെ പൊരുൾ അറിയാനും അചഞ്ചലമായ ഭക്തി നേടാനും കഴിയുന്നു. പറയപ്പെട്ട സാധനകൾ, അതായത് ഗീതാപഠനവും മതാചരണവും സത്സംഗവും ചെയ്യുന്ന ആളാണ്. പക്ഷേ മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ ഒരേ പരമാത്മാവാണ് എല്ലാമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചു പോകുന്നു. എങ്കിൽ ആധ്യാത്മിക ജീവിതം വാഗ്ദാനം ചെയ്യുന്ന സമ്പൂർണത അയാൾക്ക് നേടാനാവില്ല. എൻ്റെ ഹൃദയ ശ്രീകോവിലിൽ വിളങ്ങുന്ന ഈശ്വരൻ തന്നെയാണ് സർവ്വഹൃദയങ്ങളിലും കുടികൊള്ളുന്നത്. സർവഭൂതാത്മാവിനെ അർച്ചിക്കാതെ, എല്ലാവരും ഈശ്വരനെ കാണാതെ, മരം കൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിച്ച വിഗ്രഹത്തെ പലവിധത്തിൽ പൂജിക്കുന്നവൻ ശരിയായ ഭക്തനല്ല തന്നെ. അതുകൊണ്ട് ദാന തൽപരനായിരിക്കണം സാധകനെന്ന് ഇവിടെ നിഷ്കർഷിക്കുന്നു. ദാനത്തിൻ്റെ അർത്ഥം പലരും ശരിയായി മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഉള്ള നിറഞ്ഞ് കവിഞ്ഞൊഴുകൽ, അതായിരിക്കണം ദാനത്തിൻ്റെ സ്വഭാവം. മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് എന്തോ അത് നമ്മിൽ വേണ്ടത്രയുണ്ടെങ്കിലല്ലേ അവർക്ക് കൊടുക്കാൻ നമ്മെ കൊണ്ടാവൂ. അതിനാൽ നല്ലതും വേണ്ടതുമൊക്കെ നാം വേണ്ടത്ര സമ്പാദിക്കണം. ആവശ്യക്കാർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും വേണം. എൻ്റെ ചുറ്റുപാടുമുള്ളവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത എനിക്ക് ഉണ്ടാവണം. ആരും അന്യരല്ലെന്നും അവരുടെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ പോലെ തന്നെയാണെന്നും എനിക്ക് കാണാൻ കഴിയണം. അതാണ് ആത്മവികാസമാണ് ദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരും ഞാൻ തന്നെ എന്ന ഭാവം വരുന്നതോടെ എൻ്റെ സങ്കുചിതത്വം, അഹന്തയും മമതയും നീങ്ങിപ്പോവും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സ്വന്തം കാര്യം നോക്കുക മതത്തിനെതിരാണ്. എല്ലാവരെയും ഏകോദര സഹോദരന്മാരായി കണ്ട് സ്നേഹിക്കാൻ കഴിവുള്ള വിശാല ഹൃദയം ആർക്കുണ്ടോ അയാളാണ് ശരിയായ മതാനുയായി, മതം വാഗ്ദാനം ചെയ്യുന്ന സമ്പൂർണതയ്ക്ക് അവകാശി. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.